ChatGPT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത ഓപ്പൺ എ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുകയാണ്. ചൈന അവരുടെ ആ ഒരു വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ഈ ഓപ്പൺ എയുടെ ഡേറ്റാസ് മോഷ്ടിച്ചുകൊണ്ടാണ് ഡീപ് സീക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതെന്നാണ് ഓപ്പൺ എ പറയുന്നത്. ഓപ്പൺ എയുടേത് ഇപ്പോൾ ഒരുപാട് തിരിച്ചടി അവർക്ക് ഉണ്ടായപ്പോൾ ഉള്ള ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ചൈനയുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ചൈന കോപ്പി അടിച്ചതിന് ഒരുപാട് എവിഡൻസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് പോലും ഒരു കലയാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത രാജ്യമാണ് ചൈന. അതുകൊണ്ട് അതിന്റെ ആ ഒരു കഴിവിനെ പോലും നമ്മൾ വില കുറച്ച് കാണുന്നതിൽ അർത്ഥമില്ല. ചൈന കോപ്പി അടിക്കാതെയും പല ടെക്നോളജീസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനുള്ള ഒരു എക്കണോമിക് സ്ട്രെങ്ത് ഇന്ന് ആ രാജ്യത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ചൈന ഡെവലപ്പ് ചെയ്ത എല്ലാം കോപ്പിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് കോപ്പികൾ ഉണ്ടാക്കിയിട്ടുള്ള ചൈനയുടെ മേൽ ഇപ്പോൾ ഓപ്പൺ എ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് നിലനിൽക്കും. അതിന്റെ കാരണങ്ങൾ, ചൈനയുടെ ഷെങ്യാങ് J11 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ഈ എയർക്രാഫ്റ്റ് റഷ്യയുടെ Su-27 അതേ കോപ്പിയാണ്. ചൈനയുടെ J15 എന്ന് പറയുന്നത് യുക്രൈന്റെ Su-33, യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ Su-33 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന്റെ അതേ കോപ്പിയാണ്. ചൈനയുടെ J20 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടല്ലോ, അത് അമേരിക്കയുടെ F-22 റാപ്റ്ററിന്റെയും F-35ന്റെയും കോപ്പിയാണ്. അമേരിക്ക ബില്യൺ കണക്കിന് ഡോളർ, അതായത് 10, 50, 100 ബില്യനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഇത്തരം പ്രധാനപ്പെട്ട ടെക്നോളജീസ്, അതിന്റെ ഡിസൈന്, അതിലെ ഫീച്ചേഴ്സ് ഒക്കെ ചൈന കോപ്പി അടിച്ചു കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. ഇതിന് സൈബർ അറ്റാക്കുകളിലൂടെയും ഡേറ്റകൾ മോഷ്ടിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരുടെയും സഹായത്തോടെ ചൈന ഇതിന്റെയൊക്കെ ബ്ലൂ പ്രിന്റ് അടക്കം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. കാണാനും ഏറെക്കുറെ സിമിലർ ആണ് കേട്ടോ. നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. ഈ J20യും F-22 ഒക്കെ ഇരട്ടപ്പറ്റ മക്കളാണോ എന്ന് തോന്നിപ്പോവും. അത്രയും ഭയങ്കരമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. F-35 ആയിട്ടും വളരെ വലിയ സിമിലാരിറ്റി J20ക്ക് ഉണ്ട്. ഇനി ഡ്രോണുകളുടെ കാര്യം എടുക്കാം. ചൈനയുടെ CH-4 എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ട്. അത് യുഎസിന്റെ MQ-9 റീപ്പർ എന്ന് പറയുന്ന ഡ്രോണിന്റെ അതേ കോപ്പിയാണ്. കാറുകളുടെ കാര്യം പറയുകയും വേണ്ട. നമ്മുടെ സുജിത് ഭക്തൻ ഉൾപ്പെടെ ഒരുപാട് ഈ ചൈനയിലേക്ക് സ്ഥിരമായി യാത്ര നടത്തുന്ന നമ്മുടെ മലയാളികൾ തന്നെയുണ്ട്. ഇവരുടെയൊക്കെ ചാനലിലെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മതി എന്തുമാത്രം കോപ്പിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ചൈനയ്ക്ക് ചൈനയുടേതായിട്ടുള്ള റോൾസ് റോയ്സ് ഉണ്ട്, മെഴ്സിഡസ് ബെൻസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള റേഞ്ച് റോവർ ഉണ്ട്. പേരുകൾ മാത്രം മാറ്റം ഉണ്ടാവും, പക്ഷേ ഇതിന്റെയൊക്കെ ഡിസൈൻ ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിന്റെയും അല്ലെങ്കിൽ വാട്സപ്പിന്റെയും ഗൂഗിളിന്റെയും ട്വിറ്ററിന്റെയും യൂട്യൂബിന്റെയും ഒക്കെ ചൈനീസ് വകഭേദങ്ങളുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ചൈന ഇതെല്ലാം അടിച്ചു മാറ്റിയതാണെന്നാണ് ഈ കമ്പനികൾ എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക ഓരോന്ന് കണ്ടുപിടിക്കും, ചൈന ഇതിനെ നൈസായിട്ട് അടിച്ചു മാറ്റി വേറെ പേരിൽ അവിടെ ഇറക്കുന്നു. ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ചൈനയുടെ എല്ലാ കണ്ടെത്തലുകളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ടിക്ടോക്ക് ശരിക്കും ഒരു ചൈനയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ 2014 ഷാങ്ഹായിലുള്ള രണ്ട് പേര് ചേർന്നുകൊണ്ട് മ്യൂസിക്കലി എന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തു. അത് പിന്നീട് ടിക്ടോക്ക് ആയിട്ട് അതുമായിട്ട് മെർജ് ആയിട്ടാണ് ഇന്നത്തെ ടിക്ടോക്ക് ഉണ്ടാവുന്നത്. സോ ഇതെല്ലാം തന്നെ ചൈനീസ് ബേസ്ഡ് ആണ്. അപ്പോൾ ടിക്ടോക്ക് എന്നത് ഒരു ചൈനയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ചൈന ഒരു 100 പ്രോഡക്റ്റ് ഇറക്കിയാൽ അതിൽ ചിലപ്പോൾ ഒരു 70 കോപ്പി ആയിരിക്കും. കോപ്പി എന്ന് പറയുമ്പോൾ യുഎസിന്റെ, ജർമ്മനിയുടെ, ജപ്പാന്റെ, അങ്ങനെ പല രാജ്യങ്ങളുടെ കോപ്പി ആയിരിക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ ചൈന സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓപ്പൺ എ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഡീപ് സീക്ക് എന്ന് പറയുന്നത് ഒരു കോപ്പിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൂയ കൊണ്ടും ഇങ്ങനെ പറയാം. അതായത് ഇപ്പൊ ചൈന ഇത് കണ്ടുപിടിച്ചു, ചൈന ഇത് ഇത്രയും ചെലവ് ചുരുക്കിയത് കണ്ടുപിടിക്കുമെന്ന് ഒരിക്കലും ഇവർ വിചാരിക്കുന്നില്ല. ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഈ ഓപ്പൺ എയുടെ CEO വന്നിട്ട് ഇന്ത്യയിൽ വന്ന് വലിയ ഡയലോഗ് അടിച്ചല്ലോ, ഇത് വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ അവർ വിചാരിച്ചു വെച്ചിരുന്നിടത്ത് ചൈന അതിനെ വെല്ലുന്ന പോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചപ്പോൾ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സായിപ്പിന്റെ ഒരു സ്ഥിരം സ്വഭാവമാണിത്. അവരുടെ വിചാരത്തിൽ അവരാണ് മനുഷ്യരാശിയിലെ ഏറ്റവും ഉയർന്ന ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ള മനുഷ്യന്മാർ. ബാക്കിയുള്ളവരൊക്കെ അങ്ങ് അവരുടെ താഴെ കിടക്കുന്നതായിട്ടുള്ള ഒരു ധാരണ അവർക്കുണ്ട്. ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടമാണെന്ന് കരുതരുത്. പക്ഷേ ഭൂഗോളത്തിന്റെ സ്പന്ദനം അത് മാത്തമെറ്റിക്സ് ആണെന്നാണ് നമ്മുടെ ചാക്കോ മാഷ് പറയുന്നത്. ആ സ്പന്ദനം ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഈ സായിപ്പന്മാർ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും 0 മുതൽ ഈ മാത്തമെറ്റിക്സിന്റെ എല്ലാം രൂപപ്പെട്ടത് ഇന്ത്യയിലാണ്. ബാക്കി നമ്മുടെ സ്പേസും സയൻസും ആയുർവേദവും ബാക്കിയൊക്കെ നമുക്ക് വിടാം, അതും ഇന്ത്യയിലാണെങ്കിലും പോട്ടെ. പക്ഷെ എങ്കിലും മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. ഇന്ന് എല്ലാത്തിന്റെയും അടിസ്ഥാനം അതാണ്. അത് ഇന്ത്യയിലാണ് ഉണ്ടായത്. പക്ഷെ സായിപ്പിന്റെ വിചാരമെല്ലാം അവർ വിചാരിച്ചാലേ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചൈന ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചപ്പോൾ പൊതുവെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുമില്ല. ഇതിനിടയിൽ ഈ നമ്മുടെ ഡീപ് സീക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെതിരായിട്ട് ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി. ഇവരുടെ ഒരുപാട് ഡാറ്റകൾ, അതും ഇതിന്റെ ബാക്ക് എൻഡ് ഡാറ്റകൾ അടക്കം വളരെ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട നിരവധി ഡാറ്റകൾ
പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയി. ഏതാണ്ട് 1 മണിക്കൂർ എടുത്തുകൊണ്ട് എല്ലാം സെക്യൂർ ആക്കിയെന്ന് പിന്നീട് ഈ ഡീപ് സീക്കിലെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് കമ്പനിക്ക് ഒരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു AI യുദ്ധം നടക്കുകയാണ്. US-ഉം ചൈനയുമാണ് ഇപ്പോൾ അവിടെ പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനിടയിൽ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം, ചൈനീസ് പ്ലാറ്റ്ഫോം അവരുടെ രാജ്യത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിരോധിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൽ രണ്ടിനും സാധ്യതയുണ്ട്. ചൈന കോപ്പി അടിക്കാനും സാധ്യതയുണ്ട്, ചൈനയ്ക്ക് സ്വന്തമായി വികസിപ്പിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ഇത് രണ്ടിനും പോസിബിലിറ്റി ഉണ്ട് ചൈന ആയതുകൊണ്ട്. ചിലപ്പോൾ ഓപ്പൺ എയുടെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചൈനയുടെ ഈ നേട്ടത്തെ, അതുകൊണ്ട് അവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചൈന ശരിക്കും അടിച്ചു മാറ്റിയിട്ടുണ്ടാകാം. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.